സുധാകരൻ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് കണക്കുകളിൽ വലിയ മുന്നേറ്റം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് നേരിട്ടുള്ള മറുപടി തന്നെയാണ് ബിനോയ് വിശ്വം നൽകിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി കാസർഗോഡിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ കോയാമ്പുറത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ ഉപ്പുവെള്ളം കാരണം ദുരിതത്തിലാണ്. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം തടയാൻ നടപടികൾ ഇല്ലാത്തതിൽ പ്രതിഷേധം ഇപ്പോൾ ശക്തമാവുകയാണ്. നീലേശ്വരം പുഴയിൽ നിന്നും കോയാമ്പുറം കീരിത്തോട്ടിലേക്ക് ഉപ്പുവെള്ളം ഒഴുകി വരാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. ഇതോടെ നഗരസഭയിലെ കോയാമ്പുറം, കരുവാച്ചേരി, ഉച്ചൂളിക്കുതിരി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ള പ്രശ്നം നേരിടുകയാണ്. കിണറുകളിലടക്കം ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. വേലിയേറ്റ സമയത്ത് തോട്ടിലേക്ക് വലിയ രീതിയിൽ ഉപ്പുവെള്ളം ഒഴുകി വരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കീരിത്തോട് പണ്ടേ ഉപ്പുവെള്ളം അതിൻ്റെ സീസണിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കടുപ്പത്തിലാണുള്ളത്. സാധാരണ നോർമൽ ഉപ്പുവെള്ളമല്ല, അത് വളരെ കടുപ്പമുണ്ട്. അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു തട കെട്ടിയിട്ട് ഒരു നല്ല വെള്ളം കിട്ടിയാൽ ഇവിടുത്തെ കൃഷിക്ക് അത് വളരെയധികം പ്രയോജനമായി. ഇപ്പോൾ ഉപ്പുവെള്ളം കിട്ടി തുടങ്ങിയോ? ഇപ്പോൾ ഉപ്പുവെള്ളം വന്നിട്ടുണ്ട്. വെയിൽ എപ്പോൾ വർദ്ധിക്കുന്നു, കാട്ടി വെട്ടിയിട്ട് മഴ കുറഞ്ഞിട്ട് വെയിൽ ശക്തി കൂടുമ്പോൾ ഉപ്പുവെള്ളമായിട്ട് അത് മാറുന്നത്. അത് വളരെ കട്ടിയുള്ള ഉപ്പാണ്. അത് വേനലാരംഭത്തിന് മുൻപ് തുടങ്ങുന്ന ഉപ്പുവെള്ള പ്രശ്നം മഴ ശക്തമാകുന്നത് വരെ സഹിക്കേണ്ട ഗതികേടിലാണ് 2 വാർഡുകളിലായുള്ള നിരവധി കുടുംബങ്ങൾ. ഉപ്പുവെള്ളം പല ഭാഗങ്ങളിലായി കെട്ടിക്കിടക്കുന്നത് തെങ്ങ് കൃഷിക്കും പച്ചക്കറി വിളകൾക്കും നാശം വിതക്കുകയാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നിവേദനം നൽകിയതായി വാർഡ് കൗൺസിലർ പ്രദീപൻ പറഞ്ഞു. പൊതുവെ കുടിവെള്ളത്തിന് ക്ഷാമമായ കോയാമ്പുറം പ്രദേശത്ത് വെള്ളത്തിൽ തന്നെ കിണർ വെള്ളത്തിൽ ഉപ്പുവെള്ളം കയറി അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിന് നിലവിലില്ല സിസ്റ്റത്തിന് പലക വെച്ച് അത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാന് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ വിശ്വാസം. കഴിഞ്ഞ 5 വർഷത്തിലധികമായി തുടരുന്ന ഉപ്പുവെള്ള പ്രശ്നം നഗരസഭാ തിരഞ്ഞെടുപ്പിലടക്കം ചർച്ചാ വിഷയമായിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.